ഗെയ്സ് എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ന്യൂജേഴ്സിയിലുള്ള മലയാളികളുടെ ഒരു നോമ്പ് തുറ ഫംഗ്ഷനാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഓഡിറ്റോറിയത്തിലേക്കാണ് പോണത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എപ്പോഴും നോമ്പ് തുറ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ വർഷത്തെ നോമ്പിൻ്റെ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഫാമിലീസിലും പുറത്തൊക്കെ ആയിട്ട് നമ്മൾ കുറേ നോമ്പ് തുറ പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കാരണം നമുക്ക് മലയാളികളുടെയൊക്കെ കൂടിയിട്ട് ഒരു നോമ്പ് തുറ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് എന്തോരം ആളുകളുണ്ട്, എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്ക് പോകാനായിട്ട് ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മലയാളികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഫംഗ്ഷനൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവണ ഒരു കാര്യമാണ്, എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ അന്യനാട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനിലൂടെയൊക്കെ മാത്രമാണല്ലോ നമ്മൾക്ക് ഈ മലയാളികളെ കാണാനും ഒരുമിച്ച് കൂടാനൊക്കെ സാധിക്കുള്ളൂ. നമ്മളങ്ങനെ അതേ ആ ഹോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഹോള്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും എന്തേ കുറച്ച് വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിനി ഹോളിലേക്ക് കിടക്കണേണ്. മാസ് അമേരിക്കൻ മുസ്ലിം സൊസൈറ്റി എന്നുള്ള ഒരു ഹോളിൽ വെച്ചിട്ടാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പള്ളിയാണ്. താഴെ പള്ളി, ഹോള് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതേ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ആയിട്ട് കുറേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നേ. നമ്മളങ്ങനെ അതേ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇന്ന് ഇത്തിരി നേരത്തെയാണ് നമ്മളിവിടെ വന്നേക്കണം. അല്ലെങ്കിൽ എവിടെ ചെന്നാലും നേരെ വഴിയാണല്ലോ നമ്മൾ എത്താറ്. നമ്മൾ വന്നപ്പോഴത്തേനും അങ്ങനെ ഒരുവിധം ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇവിടെ ഹോളൊക്കെ ഒരുവിധം ഫുള്ള് സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡെക്കറേഷനും അതുപോലെ ആ ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കാര്യങ്ങൾ എല്ലാം ഒരുവിധം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോരം പേരാണല്ലേ കഷ്ടപ്പെടുന്നത്. ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തായാലും അവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ. നമ്മളൊക്കെ ആ ഒരു നേരത്തെ ഫംഗ്ഷൻ പങ്കെടുക്കാമെന്ന് വരാൻ മാത്രമല്ലേ നമ്മുടെയൊക്കെ പണി. പക്ഷേ അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ളത് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം എന്ത് എളുപ്പമായിരുന്നെന്ന് പറഞ്ഞാൽ ആർക്കും ആ ഒരു നേരത്തെ ഒരു തിക്കും തിരക്കാ ഓടി നടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവരവരുടെ സീറ്റിൽ ഇങ്ങനെ ഓരോ ബോക്സും എല്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز ഒരുപക്ഷെ മെമ്മൻജയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഫാമിലീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇഫ്താറായിരുന്നു. ഇന്ന് 65-ലധികം ഫാമിലീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവസാനം ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇവിടുത്തെ കപ്പാസിറ്റി ഇത്രയും കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അൽഹംദുലില്ലാ അത് തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രെങ്ത്താണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെയ്യുമ്പോഴാണ് നമുക്ക് നാട്ടിലെ മെമ്മറീസും അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിയാനും. ഇപ്പൊ ഇവരൊക്കെ തന്നെയാണ് നമ്മളുടെ ഇവിടെ അമേരിക്കയിലുള്ള കുടുംബക്കാർ. ഇപ്പോൾ നമ്മളുടെ ഒരു നാട്ടിലൊരു കുടുംബം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ നോമ്പുതുറ സമയം എന്ന് പറയുന്നത് ഒരു 7 മണിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 6:45 ആയപ്പോഴത്തേനും ഒരുവിധം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഒരുപാട് പേരെ നമുക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചു. മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫംഗ്ഷന്. അപ്പോൾ അവരൊക്കെ വന്ന് നമ്മളോട് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ബാഗൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ നോമ്പൊക്കെ തുറക്കണേണ്. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോരോ ബോക്സ് ഇങ്ങനെ ഉള്ളതുകൊണ്ടേ വലിയൊരു തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ സാവധാനം ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും അതുപോലെ സ്നാക്കും ജ്യൂസും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാനായിട്ട്. അങ്ങനെ ഈ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും നിസ്കരിക്കാൻ പോവുകയാണ്. പള്ളി ആയതുകൊണ്ട് തന്നെ താഴെ തന്നെ പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിലും ഈ ഹോളിൽ തന്നെ അവരൊരു സൈഡിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എല്ലാവർക്കും നിസ്കരിക്കാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ ഈ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ പിന്നെ മെയിനായിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള ഫുഡിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ. മെയിനായിട്ട് പിള്ളേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഫുഡുകളൊക്കെ ഇങ്ങനെ ഓരോരോ ബോക്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനും ഒക്കെ. വലിയൊരു തിക്കും തിരക്കാ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോരോ ബോക്സ് വീതമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ബോക്സ് ഫുഡിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുഡിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ നാനുണ്ടായിരുന്നു, കറികൾ വെജിറ്റബിൾ കറി ഉണ്ടായി, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സ്നാക്കായിട്ട് ഒരു റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡുകൾ. പിന്നെ സ്വീറ്റ്സ് ആയിട്ട് ഗുലാം ജാമുൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നേ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡ് ഒരേ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ബോക്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ കഴിക്കുക എന്ന് പറയുന്നവരോട് നമ്മുടെ നാട്ടിലെ ഫുഡുകളുമായിട്ട് ഒരിക്കലും നമുക്ക് ഇവിടുത്തെ ഫുഡ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് അത്തരം ഫുഡുകളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പുതുറ. എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നേ. ഒരുപാട് വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുന്ന മലയാളികളായിട്ടുള്ള നാട്ടിൽ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു അതിശയം തോന്നും, ഇതൊക്കെയാണോ നിങ്ങൾ കഴിക്കുക എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മറുപടി പറഞ്ഞത്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ട് പിസ്സയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കുമെന്ന് തോന്നുന്നവരോടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ മറുപടി പറഞ്ഞത്. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പരസ്പരം വർത്താനം പറയുന്ന ഒരു തിരക്കിലാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വലിയ പെരുന്നാളിനും ഈ ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ വേറെ 1-2 മലയാളി പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മുസ്ലിം ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ 2ാമത്തെ തവണയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് ഒരുപാട് പേരെന്ന് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ. നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ഓരോരുത്തരെ കൂടുതൽ അറിയാനൊക്കെ സാധിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടോ പിന്നെ നമ്മൾ പിരിഞ്ഞത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പരിപാടി അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്കിനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇവിടുത്തെ നോമ്പുതുറ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അമേരിക്കയിലെ നോമ്പിൻ്റെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.